അഖിലിന്റെ വിവാഹം കഴിഞ്ഞ് പുതിയ മരുമകൾ ശ്രുതി വീട്ടിലേക്ക് കയറിയ ദിവസം തന്നെ അമ്മായിയമ്മ രമണിയുടെ മനസ്സിൽ ഒരു ആശങ്ക. തന്റെ മരുമകൾ പുതിയ തലമുറയിൽ പെട്ടതാണ്. കൂടാതെ അവൾ കുറച്ച് മോഡേണുമാണ്. അവളുമായി തനിക്ക് പൊരുത്തപ്പെടാനാവുമോ? തൻ്റെ പഴയ ചിന്താഗതികൾക്കനുസരിച്ച് അവൾ ജീവിക്കുമോ? ജീവിക്കണം. അതാണ് ഇവിടുത്തെ രീതി. കുറച്ച് വളഞ്ഞ വഴി സ്വീകരിക്കേണ്ടി വരും. എന്നാലും സാരമില്ല. പിറ്റേന്ന് മുതൽ അമ്മായിയമ്മ ശ്രുതിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് ശീലമുള്ള രമണിക്ക് മരുമകൾ 7 മണിക്ക് എഴുന്നേറ്റത് അത്ര രസിച്ചില്ല. കുളിക്കാതെ ശ്രുതി അടുക്കളയിൽ കയറിയതിനും അവളെ കുറ്റപ്പെടുത്തി. ശ്രുതി, ഞങ്ങളുടെ കാലത്തൊക്കെ സ്ത്രീകൾ 5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ചിട്ടാണ് അടുക്കളയിൽ കയറുന്നത്. ഇവിടെയും അതാണ് പതിവ്. അതിന് ശ്രുതി മറുപടിയൊന്നും പറഞ്ഞില്ല. നേരെ റൂമിലെത്തി കുളിച്ചു. പെട്ടെന്ന് റെഡിയായി വന്നു. അഖിലുമൊത്ത് പുറത്തുപോയി. അവൾക്ക് കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. പക്ഷേ അമ്മായിയമ്മയ്ക്ക് അതത്ര ഇഷ്ടപ്പെട്ടില്ല. ഉച്ചയ്ക്ക് ശേഷമാണ് അവര് തിരിച്ചെത്തിയത്. ശ്രുതി, രാത്രിയിൽ ഇവിടെ കഞ്ഞിയും പയറുമാണ് വേണ്ടത്. പെട്ടെന്ന് അടുക്കളയിൽ ചെന്ന് അതൊക്കെ ഉണ്ടാക്കണം. ശ്രുതി ഒന്ന് തലയാട്ടി അടുക്കളയിലേക്ക് പോയി. മരുമകൾ അനുസരണയോടെ എല്ലാം ചെയ്യുന്നത് കണ്ടപ്പോൾ രമണിയമ്മയ്ക്ക് സമാധാനമായി. ഇവളെ തനിക്ക് നിലയ്ക്ക് നിർത്താൻ പറ്റും. അവർ മനസ്സിൽ ചിരിച്ചു. ഒരു ദിവസം രമണിയമ്മ നേരിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കാലത്ത് മരുമക്കൾ ഇങ്ങനെ ഇറക്കം കുറഞ്ഞതും കൈയില്ലാത്ത വസ്ത്രങ്ങളൊന്നും ഇട്ട് നടക്കാറില്ല. ശ്രുതി സൗമ്യമായി ചിരിച്ചു. അമ്മേ, കാലത്തിനനുസരിച്ച് കോലവും മാറണ്ടേ? അത്രയും പറഞ്ഞ് ശ്രുതി റൂമിലേക്ക് പോയി. ഒരു വൈകുന്നേരം ഓഫീസിൽ നിന്ന് ക്ഷീണിതയായി വന്ന ശ്രുതിയോട് രമണിയമ്മ, ഇതുവരെ അടുക്കളയിൽ കയറിയില്ലേ? അത് കേട്ട ശ്രുതി, അമ്മേ, ഞാൻ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നതാണ്. കുറച്ചു വിശ്രമിക്കട്ടെ, എന്നിട്ട് ആഹാരമുണ്ടാക്കാം. അത് പറ്റില്ല, ഇപ്പോൾ തന്നെ കയറണം. അമ്മയ്ക്ക് അത്ര നിർബന്ധമാണെങ്കിൽ അമ്മ തന്നെ ചെന്ന് ഫുഡ് ഉണ്ടാക്ക്. അതും പറഞ്ഞ് അവൾ റൂമിലേക്ക് പോയി. അവളുടെ ആ വാക്കുകൾ അവർക്കത്ര ദഹിച്ചില്ല. അടുത്ത ദിവസം ശ്രുതി വീട് വൃത്തിയാക്കുമ്പോൾ ഇങ്ങനെയല്ല, നല്ല വൃത്തിയായി തുടക്കി നിലമൊക്കെ കിടന്ന് തിളങ്ങണം. ശ്രുതി ശാന്തമായി പറഞ്ഞു, അമ്മേ, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം, പക്ഷേ ഇങ്ങനെ അപമാനിക്കരുത്. അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളും എനിക്കറിയാം. അവളുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു. അത് കേട്ട അഖിൽ, അമ്മേ, ശ്രുതി നിങ്ങളെ ബഹുമാനിക്കുന്നു. തിരിച്ച് അമ്മയും അവൾക്ക് ആ സ്ഥാനം നൽകണം. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചു നിന്നാൽ ഈ വീട് സ്വർഗമാകും. രമണിയമ്മയ്ക്ക് മറുപടിയൊന്നും ഉണ്ടായില്ല. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം രമണിയമ്മയ്ക്ക് ഭയങ്കര പനിയും മേലുവേദനയും വന്നു. കിടപ്പിലായി. ആ ദിവസങ്ങളിലൊക്കെ ശ്രുതി അവരെ മരുന്ന് കൊടുത്തും ഭക്ഷണം കൊടുത്തും പരിചരിച്ചു, കൂടെ നിന്നു. അപ്പോഴാണ് അവർക്ക് ആ സത്യം മനസ്സിലായത്. തൻ്റെ ചിന്തകളും പ്രവൃത്തികളും തെറ്റായിരുന്നുവെന്ന്. ഈ പെൺകുട്ടി ബുദ്ധിയുള്ളവളാണ്, ഉറച്ച തീരുമാനങ്ങളുള്ളവളാണ്. എന്നാൽ അതിലും വലിയ ഹൃദയമുണ്ട് അവൾക്ക്. ശ്രുതിയുടെ കയ്യിൽ മുറുകെ പിടിച്ച് അവർ പറഞ്ഞു, മോളെ, ഞാൻ നിന്നോട് കുറച്ച് കടുപ്പത്തിൽ പെരുമാറി. പക്ഷെ നീ എന്നോട് സ്നേഹം കാണിച്ചു. നന്ദി. നീ എൻ്റെ വീട്ടിലെ പ്രകാശമാണ്. ശ്രുതി ചിരിച്ചു. അമ്മേ, വീട്ടിൽ 2 തലമുറകൾ കൂടുമ്പോൾ ചെറിയ പൊരുത്തക്കേടുകൾ വരും. പക്ഷെ ഒരുമിച്ചു നിന്നാൽ എല്ലാം ശരിയാകും.